ബഹളം ബഹളം. നെയ്റോസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. അത് വാവേ മാറി ഇപ്പൊ എണീറ്റുള്ള ആള്. അപ്പോൾ ഞങ്ങളിത് കോയമ്പത്തൂർ എത്തി കേട്ടോ. കോയമ്പത്തൂർ അപ്പോൾ അതേ മനു അവിടെ പോയിക്കോട്ടെ അസഞ്ചർ ഡിപ്പോട്ടിൽ. അതായത് മനു ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒന്ന് ക്യാമറ തിരിക്കട്ടെ ഗൈസ്. മനു 3-3.5 വർഷങ്ങൾക്ക് ശേഷം അവൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി, അസഞ്ചറിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ കൊണ്ട് ലാപ്ടോപ്പ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവളുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും അവർ ഇവിടെ കോയമ്പത്തൂർ അടുത്ത് മറ്റേ ഡീപ്പോട്ട് ഉണ്ട് വരാ അസഞ്ചറിൻ്റെ. അപ്പോൾ ഇവിടുത്തെ DHL ഓഫീസിൽ കൊടുത്തച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ വന്നേക്കുക. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി ഞാൻ വർക്ക് ചെയ്തിട്ട് രാവിലെ 5:30 ഇറങ്ങിയതാണ്. ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായി വീട്ടിൽ, കാരണം അവൾ ഒരിക്കലും കറക്റ്റ് ടൈമിൽ ഇറങ്ങില്ല, കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതിൻ്റെ ചെറിയ കുഞ്ഞു ബഹളങ്ങൾ. പിന്നെ ഞങ്ങളിവിടെ എത്തി ഒരു വിധത്തിൽ. ഇനി അതുകൊണ്ട് കൊടുക്കണം, പിന്നെ തിരിച്ച് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അത് കൊണ്ടു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഏട്ടാ നിൽക്കണം അവിടെ, കള്ള കൊച്ചു കള്ള വാ. ത്രൂ ഔട്ട് ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു 3-3.25 മണിക്കൂർ എടുത്ത് ഇവിടം വരെ എത്താനായിട്ട്. 192 കിലോമീറ്റർ. അതുകൊണ്ട് പിന്നെ ഉറക്കത്തിൽ തന്നെ വന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ എണ്ണീറ്റപ്പോഴാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ എണീറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അത് നേരെ ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നു. ഈ വഴി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഓർമ്മ വന്നു കേട്ടോ. ബാംഗ്ലൂർ കാവേരി വാട്ടർ വന്നെന്ന് പറഞ്ഞിട്ട് റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിടുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ താമസിച്ച സ്ഥലം മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിറച്ചും കട്ടറ കുറേ നാശിച്ച് അങ്ങനത്തെ വഴികൾ കാണും. നോക്കി കഴിച്ചാൽ അവൾ എൻ്റെ ഹാർമൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നേക്കാണ്. അവളുടെ അസിസ്റ്ററിലെ ലാപ്ടോപ്പ് കൊടുക്കാൻ. നോക്കി അവളെ സമ്മതിക്കണ്ടേ. അത് തന്നെ മനുവിൻ്റെ കഴിഞ്ഞ് ഇവിടെ കോയമ്പത്തൂർ 2-3 അസഞ്ചർ ഉണ്ട്. പക്ഷേ ഇത് ഈ ലാപ്ടോപ്പൊക്കെ കളിക്കണ സ്ഥലമായതുകൊണ്ട് ഇവരൊരു വീട് വാടകയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു ബ്രാഞ്ച് പോലെ DHL ഓഫീസ് തുടങ്ങിയേക്കുക. അതുകൊണ്ട് ഇവിടെ കല്ല് വർക്കലാണ്. എവിടെ പോയാലും കല്ല് വർക്കലും മണ്ണ് വർക്കലുമാണ്. എന്ത് കയറിപ്പോകാൻ പറഞ്ഞില്ലേ? വണ്ടി കയറിപ്പോ പാവേ കല്ല് വർക്ക് നോക്കി. കോയമ്പത്തൂർ ഒന്ന് കല്ല് വർക്കല, ഒന്ന് ആലോചിക്കേ. സബ്മിറ്റ് ചെയ്തെന്നും പറഞ്ഞോണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് 3.5 വർഷത്തെ അസഞ്ചർ ജീവിതം കഴിഞ്ഞ് ഒരുത്തി ഇറങ്ങി? പോരാട്ടം എന്നല്ല പറയണേ. പോരാട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അസഞ്ചർ കരിയർ എന്താണ് തീർക്കുക, വേറെ കരിയർ. പുതിയ കരിയർ. ഓക്കെ, ഞാൻ മാപ്പ് ഇടട്ടെ. തിരിച്ചു പോകാനുള്ള പരിപാടി. അത് കൂടെ നോക്കി അവിടെ കിടന്നിട്ട് കളിച്ചോട്ടെ. പാലക്കാട് എവിടെയോ ഞങ്ങൾ നിർത്തിയേക്കുവാട്ടാ. ആദ്യക്കുട്ടന്റെ മൂഷാട്ടൊക്കെ തുടങ്ങി. അവൻ ഇപ്പൊ ബാക്കിൽ നിന്നിട്ട് ഫ്രണ്ടിലോട്ട് ഡാഡയുടെ മടി പോയിരിക്കണേ വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങക്ക് വിഷന്നല്ലേ ഇടക്ക്. ഞങ്ങള് പടയണേ അല്ലേ. അതെ ശരിയാ, റോഡിൽ ഓടിക്കാറില്ല. നിർത്തിയിട്ട് അവൻ കുറച്ചു നേരം കളിക്കാറേ ഉള്ളു. അത് കുട്ട ഇങ്ങോട്ട് നോക്കിയേ മുത്തുമണി. ഓയ് ഞങ്ങൾ ബിസിയാ, ഞങ്ങക്ക് വിശക്കണുണ്ടല്ലേ. പാലക്കാട് മലനിരകളോ? ചുരല്ല, ടണല് കേറിയിട്ടില്ല ഇതുവരെ. ശരിയാ, ഇവിടെ കാടിന്റെ ഒക്കെ അടുത്തൊക്കെ ഇരിക്കണേ. തുരങ്കം. എനിക്കും അറിയാം മലയാളത്തില് തുരങ്കം എന്നാ പറയണെന്ന്. ഒരു വലിയ ബഹളം കേട്ട് കിടന്ന് ഉറങ്ങണ കണ്ടില്ല സുഖമായിട്ട്. ഒരുത്തര് ഞങ്ങളിപ്പോ എവിടെയാ? പാലക്കാട് എത്തി. പാലക്കാട് ഞങ്ങള് ടണലിന്റെ കൂടെ പോവാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ തുരങ്കത്തിന്റെ അകത്തെ കൂടെ ഞങ്ങൾ പോവാ. ഞങ്ങളിപ്പോ പുറത്തെത്താറായി. 1 മണിക്കൂർ ഇവനെ ഉറക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിട്ട് അവനെ ഉറക്കിയിട്ടാണ് ഞങ്ങളിപ്പോ വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ പോണത് തിരിച്ചു വീട്ടിലോട്ട്. അവന് എന്താ പറയാ, അവന് ചില സമയത്തൊക്കെ ഡാഡയുടെ കൂടെ വണ്ടി ഇരിക്കണമെന്നൊക്കെ ഭയങ്കര ബഹളം. അവൻ ഡാഡയുടെ മോനാ. എന്റെ ദൈവമേ, ഇങ്ങനെ ഡാഡ ഭ്രാന്തുള്ള കൊച്ചിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്.
നമ്മള് പാലക്കാട് നമ്മൾ ഇനി എത്ര മണിക്കൂറുണ്ടോ എത്താൻ വേണ്ടി വീട്ടില്? 92 കിലോ 92 കിലോമീറ്റേഴ്സ് ഇനിയുണ്ട്. എങ്ങോട്ട് പോണ്? എന്തായി? കോലിമിട്ടായേ വാ നോക്കട്ടെ എന്താന്ന്. അപ്പൊ 3 മണിയായിട്ടാ ഞങ്ങൾ എത്തി. ഫുഡ് കഴിക്കാനുള്ള പരിപാടി അത് കൊണ്ട് ഉറക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടോ ഓടിക്കലോ ഓടിച്ചിട്ട് ഇവിടം വരെ എത്തിയിട്ടാ പിന്നെ നിർത്തിയത്. ഭയങ്കര വലിയ അത്ഭുതങ്ങൾ. ഞങ്ങൾ ഈ സിറ്റി കിടന്ന് ഓടണാറ് കൊണ്ട് എനിക്ക് 9 മൈലേജ് ഒക്കെ കിട്ടണേ. 8, 9 ഒക്കെ കിട്ടണേ. ഇപ്പൊ ഈ ഓട്ടത്തിൽ കുറെ നാളായി ലോങ് ഓടിയിട്ട് ഇപ്പൊ ഓട്ടത്തിൽ ഏകദേശം 15 റേഞ്ച് മൈലേജ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ 1000 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടെ നിൽക്കാത്ത ഇവിടെ. അപ്പം 3:45 ഞാൻ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കുണ്ട്. അപ്പം എന്തായാലും ഇന്ന് വാവയുടെയും മനുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം കേട്ടാ. ഇവിടെ അതുകൂടെ തന്നെ ഇരുന്നോണ്ട് കാറിൽ കളിക്കുക, ഹോട്ട് വീൽസ് കളിച്ചോണ്ടിരിക്കുക. അതുകൂടെ അല്ലേ? ഓ നോ, എന്തു പറ്റിയത്? അവനത് കാലിന്റെ മേളിൽ വെച്ചോണ്ട് ഓടിക്കണം. അത് കാലിന്റെ മേളിൽ വെച്ചോണ്ട് ഓടിച്ചാൽ ശരിയാവോ? അത് കണ്ട എല്ലാം പൊട്ടിച്ച് കണ്ട. എന്തോ കാണിക്കണം മുത്തുമണി? എന്തിനാ എല്ലാം ഓടിക്കണേ? അത് എന്താണ്? ഞാൻ പോണേ, അത്രേ ഉള്ളൂ ഞങ്ങക്ക്. ഒരുത്തിന് ഹോട്ട് വീൽസ് അത് മൊത്തം പൊട്ടിച്ചു വന്നിട്ട് TV കാണുന്ന നോക്കി ടേബിളിന്റെ മേളിലും കിടന്നുണ്ട്. ഇവനൊക്കെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ മൊത്തം കുത്തി വരച്ചിട്ടേക്കോ. അത് നോക്കിക്ക് അവിടെ കാണുന്നുണ്ടോ ഭിത്തിയിലൊക്കെ? അവിടെ എല്ലാം കുത്തി വരച്ചിട്ടേക്കോ ഇവൻ ഈ കുർത്തം കേട്ടത്. അവൻ എന്താ കാണിക്കണ? അവൻ നോക്കിയിരിക്കട്ടാ, വീഡിയോ അല്ലേട്ടാ. ആ ചാട്ടരുത്. ദൈവമേ, ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് വാ. എന്താ സന്തോഷം? എന്താണ്? കോലമിട്ടായാണോ? പൊട്ടിക്കത്. എന്താണ് പൊത്തിയില്ലേ? മന പൊട്ടിച്ചു തരാലോ. കൊലമിട്ടായ മന പൊട്ടിച്ചു തരാ, മന പൊട്ടിച്ചു തരാന്ന്. അയ്യോ അത് കുട്ടാ, മന പൊട്ടിച്ചു തരാ. എന്താ ഞാൻ അത്രയും പൊട്ടിച്ചു തന്നില്ലേ, ബാക്കി ഞാൻ പൊട്ടിച്ചു തരില്ലേ? കൊലമിട്ടായ കിട്ടിയാ? അതെ, താങ്ക് യു. റാപ്പർ എനിക്ക് വന്നിട്ട് തിന്നാൻ പോരാ. മനൊക്കെ ശരിയാരോ? തരൂലേ? അതെന്താ? പ്ലീസ് അത് കുട്ടാ. ഞങ്ങള് ക്യാറ്റിന്റെ കാർട്ടൂൺ കണ്ടോണ്ട് ഞങ്ങള് കോലുമിട്ടായ തന്നെയാണ്. സാധനമാണ് മുത്തുപണി. ഞാനോ? മ്യാവ് മ്യാവ് എവിടെയുണ്ട്? അതിലുണ്ടല്ലേ മ്യാവ് മ്യാവ്. എന്തേണേ? ബോള് കളിക്കണേ. അതെ, എന്ത് കളറ് ബോളാ കളിക്കണേ? എന്ത് കളറ് ബോളാ അത് കളിക്കണേ? പറയൂലേ? ഒരാള് മിഠായി എന്നിട്ട് കൈ കഴുകണ നോക്കി. അത് അവന്റെ വണ്ടിയുടെ മേളിൽ കയറി ഇരുന്നോണ്ട്. അത് കുട്ടാ, കൈ കഴുകി കഴിഞ്ഞില്ലേ? അതൊന്നും സോപ്പൊന്നും ഇടണ്ട. കണ്ട എന്താപ്പാ? എങ്ങോട്ട് പോവാന്ന്? ഷൂ വേണ്ടേ? അപ്പൊ ഷൂ ഇടണ്ടേ കാലില്? ഷൂ എടുത്തോണ്ട് വരാം. സ്റ്റോപ്പ്, വണ്ടി വേണം നോക്കട്ടെ മനു. പോരട്ടെ, പോയി പോരട്ടെ. ദേ വണ്ടി വണ്ടി വണ്ടി. പതുക്കെ കയറിപ്പോ.
ദേ മയിലും നോക്കണേണ്ട. ഇതാണ് ബാക്ക് അടിക്കണ. അതുകൂട്ട മയിലോടെ കൂടെ കളിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. അവനിപ്പോൾ എവിടെ ഇരുന്ന സാധനം എന്ത് സാധനം ഇരുന്ന് പറക്കുക. ആ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ റെഡ് കളർ കാണുന്ന സാധനം അവനത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ പറിച്ചുകൊണ്ടത് കളിക്കുക. എന്തിയാമ്മനെ അതുകൂട്ട അതുകൊണ്ട് തേ വേർതിരിക്കണം. നോക്കിയേ കുരുത്ത. അയ്യേ കയ്യിൽ കറ കണ്ട. അയ്യേ അതെന്തത്? നീ സോപ്പിട്ട് കഴുകണ്ടേ കൈ നല്ലോണം? എന്താത്? എന്താത്? ചോരേ? ചോര പോടാ കുരുത്ത. എന്ത് പറ്റി? കുതുകുത്തിയാ? നിന്നോട് ആരാ അവിടെ നിൽക്കാൻ പറയണേ? അപ്പോൾ 8:30 കഴിഞ്ഞ് ഞാൻ എണ്ണീറ്റ് ഞാൻ ലോഗിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഇനി വർക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.